മഴത്തോരു മുമ്പയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി അലീനയെ കണ്ടിട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. താൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്നും തൻ്റെ അമ്മച്ചിയുടെ അതേ ഫോട്ടോ കോപ്പിയാണ് അലീന എന്നുള്ളതും ബാലചന്ദ്രനോട് പറയുകയാണ്. ആ ഒരു സമയത്ത് അലീനയെ കണ്ടപ്പോൾ വളരെയധികം വികാരഭരിതനായിട്ട് നിൽക്കുകയാണ് സ്റ്റാൻലി. കാരണം സ്റ്റാൻലിക്ക് അത്രയ്ക്ക് ജീവനായിരുന്നു അമ്മച്ചി. ആ അമ്മച്ചി തൻ്റെ മുന്നിൽ തിരിച്ചു വന്ന് നിൽക്കുന്നത് പോലെയാണ് സ്റ്റാൻലിക്ക് തോന്നിയത്. അങ്ങനെ പിന്നീട് നമ്മുടെ സങ്കടം സഹിക്കാനാവാതെ സ്റ്റാൻലി വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. അങ്ങനെ പിന്നീട് അപ്പച്ചൻ്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണമെന്ന് സ്റ്റാൻലി തീരുമാനിക്കുകയും അതിനു മുമ്പ് അലീനയെ ഒന്നുകൂടി കാണണമെന്നും അപ്പച്ചന് കൊടുക്കാനായിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്നും ഒക്കെ ബാലചന്ദ്രനോട് ആവശ്യപ്പെടുകയും അതനുസരിച്ച് അവർ ഒരു ഷോപ്പിലേക്ക് എത്തുകയും അവിടെ നിന്ന് അലീന അറിയാതെ അലീനയെ കാണുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സ്റ്റാൻലി. അങ്ങനെ പിന്നീട് ആ ഒരു ഫോട്ടോ ഒക്കെ ആയിട്ട് സ്റ്റാൻലി അപ്പച്ചൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ സ്റ്റാൻലിയോട് അപ്പച്ചൻ കണ്ട ഉടനെ തന്നെ ചോദിക്കുന്നത്, നീ എന്തിനാണ് ഞാൻ പറഞ്ഞത് കേൾക്കാതെ എൻ്റെ വാക്കുകൾ അനുസരിക്കാതെ അവളെയും തേടി പോയത്? ആ അലീന എന്ന് പറയുന്നവളെ, അവൾ നിൻ്റെ മകളാണ് എന്ന് പലരും നിന്നെ പറഞ്ഞ് ധരിപ്പിച്ച് നിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും പണം തട്ടിയെടുക്കാനുള്ള പ്ലാനായിരിക്കും. നീ അതിൽ ചെന്ന് ചാടരുത് സ്റ്റാൻലി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഔതപ്പച്ചൻ. അങ്ങനെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ഈ സ്റ്റാൻലിയെക്കുറിച്ച് അപ്പച്ചൻ എന്താ വിചാരിച്ചത്? അങ്ങനെ എല്ലാവരും പറയുന്നത് പോലെ ചെന്ന് ചാടുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്നോ? ഒരു തെളിവും ഒരിതും ഇല്ലാതെ ഞാനൊന്നും വിശ്വസിക്കത്തില്ല എന്നുള്ളത് അപ്പച്ചനെ അറിയത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി, നീ എന്താണ് പറഞ്ഞു വരുന്നത്? നീ അപ്പോൾ അതൊക്കെ വിശ്വസിച്ചിട്ടാണോ തിരിച്ചു വന്നിരിക്കുന്നത്? നിൻ്റെ മുഖത്ത് സഹതാപത്തിൻ്റെയും ഒക്കെ ആ ഒരു ഭാവം ഞാൻ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ ഔതേപ്പച്ചൻ പറയുന്ന സമയത്ത്, സഹതാപമാണോ സ്നേഹമാണോ എന്നൊന്നും എനിക്കറിയില്ല അപ്പച്ച. പിന്നെ ഒരു ഞെട്ടലും, ഇതിൽ നിന്നും ഞാൻ എങ്ങനെയാണ് ഈ ഒരു പരിഹാരം കാണുക എന്നൊന്നും എനിക്ക് അറിയത്തില്ല അപ്പച്ച. ഞാൻ പോകുന്ന സമയത്ത് ഒരാളെന്നെ പറ്റിക്കുകയാണെന്നായിരുന്നു ധരിച്ചിരുന്നത്. പക്ഷേ അതൊന്നുമല്ല സംഭവിച്ചത്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവിടെ നടന്ന ആ കാഴ്ച എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാൻലി, നീ എന്താണ് പറഞ്ഞു വരുന്നതൊന്ന് വ്യക്തമാക്കി പറ എന്നൊക്കെ പറയുന്ന സമയത്ത്, ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് അപ്പച്ചൻ നേരിൽ കാണുന്നത് തന്നെയല്ലേ. ഈ ഫോട്ടോ എന്ന് നോക്കുക അപ്പച്ച എന്ന് പറഞ്ഞിട്ട് അലീനയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ആകെ ഷോക്കായിട്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് ഔതേപ്പച്ചൻ. കാരണം തൻ്റെ ഭാര്യയുടെ ചെറുപ്പകാല ഫോട്ടോയാണ് സ്റ്റാൻലിയുടെ മൊബൈലിൽ കണ്ടത്. അപ്പോൾ ആ സമയത്ത് ഔതേപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, നിനക്ക് അമ്മച്ചിയുടെ ഫോട്ടോ എവിടെ നിന്ന് കിട്ടി? നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? അവളുടെ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും എന്നുള്ളത് നിനക്കറിയില്ലേ? നീ എന്തിനാണ് ഇത് കൊണ്ട് നടക്കുന്നത്? നിനക്കിപ്പോൾ എന്താ അമ്മയെ ഓർമ്മ വന്നോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഇത് അമ്മയല്ല, എൻ്റെ മകളാണ് അലീന എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ഒന്നും കൂടെ ഷോക്കായിട്ട് ഹൃദയം പൊട്ടുന്ന വേദനയോടുകൂടെ ഔതേപ്പച്ചൻ സോഫയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്? അലീനയോ? നിൻ്റെ അമ്മച്ചിയുടെ അതേ ഛായയാണല്ലോ. ഞാൻ കരുതിയത് നിൻ്റെ അമ്മച്ചിയുടെ പഴയകാല ഫോട്ടോയാണെന്നാണ്. ഇതിൽ ഒരു സംശയവുമില്ലല്ലോ മോനെ എന്നൊക്കെ പറയുന്ന സമയത്ത്, ഇതല്ലേ ഞാൻ തിരക്കിപ്പോയത്. അത്രയ്ക്കും ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഉറപ്പ് തന്നിരുന്നു നിങ്ങളുടെ മകളാണ് എന്നുള്ളത്. അത് തെളിയിക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ആകെ ഷോക്കായിട്ട് നിൽക്കുകയായിരുന്നു അപ്പച്ച എന്നൊക്കെ പറയുകയാണ്. ആ ഒരു സമയത്ത് ആ ഉദയപ്പച്ചനെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തൻ്റെ ഭാര്യ തൻ്റെ മുന്നിൽ തിരിച്ചു വന്നതുപോലെയായിരുന്നു ഔതേപ്പച്ചന് തോന്നിയത്. ഒരു പേടിയും ഉള്ളിൽ നിറഞ്ഞൊഴുകിയിരുന്നു. അപ്പോൾ സ്റ്റാൻലി അപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, കണ്ടോ അപ്പച്ച, ഇത് എൻ്റെ മകൾ തന്നെയാണ് എന്നുള്ളത് 100% ഉറപ്പ് തന്നെയല്ലേ? അപ്പച്ചനും ഇപ്പോൾ ബോധ്യമായില്ലേ? ഇനി എന്താണ് ചെയ്യുക? ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക? അവളെ ഞാൻ എങ്ങനെയാണ് അംഗീകരിക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്റ്റാൻലിയുടെ മനസ്സിൽ വരികയാണ്. അപ്പച്ചനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, ഇതിൻ്റെ പിന്നാലെ പോകണം മോനെ. ഏതായാലും അയാളെ അച്ഛ എന്ന് പറഞ്ഞിട്ടല്ലേ ജീവിക്കുന്നത്, അങ്ങനെ തന്നെ ജീവിച്ചോട്ടെ എന്ന് പറയുമ്പോൾ സ്റ്റാൻലിക്ക് ചൂടാവുകയാണ്. അപ്പച്ചൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? എൻ്റെ മകളല്ലേ, 23 വർഷം അനാഥാലയത്തിലാണ് ആ കുഞ്ഞ് ജീവിച്ചത്. ഇനിയെങ്കിലും ഞാൻ അവൾക്ക് സ്നേഹം കൊടുക്കേണ്ട അച്ഛ. ഇത്രയും വർഷം ഒന്നും അറിയാത്ത ആ ബാലചന്ദ്രൻ അവളെ കണ്ടെത്തിയതിന് ശേഷം, അവളെ കിട്ടിയതിന് ശേഷം പൊന്നുപോലെയാണ് നോക്കുന്നത്. ആ ബാലചന്ദ്രനെ അച്ഛ എന്ന് വിളിക്കുന്നത് കേട്ടാൽ നമ്മുടെ മനസ്സിലും ആ ഒരു ഇത് തോന്നിപ്പോകും. അത്രയ്ക്കും ആ പെൺകുച്ച് സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം എന്തായാലും എനിക്ക് കിട്ടത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ് എന്ന് സ്റ്റാൻലി അപ്പച്ചനോട് പറയുകയാണ്.